എപ്പോഴും താഴെ നോക്കി നടക്കുന്നവർക്ക് മഴവില്ലൊരിക്കലും കാണാൻ കഴിയില്ല എന്ന ഒരു ചൊല്ലുണ്ട്. മഴവിൽ എപ്പോഴും മുകളിലാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ തല താഴ്ത്തി നടക്കാനുള്ളവരല്ല നാം എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം. മഴ ശക്തിയായിട്ട് കാർമേഘം ഉരുണ്ടുകൂടി അതിശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ മഴയുടെ വെള്ളം താഴെ കൂടിയാണ് ഒഴുകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും. അതിൻ്റെ ഓരോരോ പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിനിടയിലും മുകളിൽ ആ സമയങ്ങളിൽ തെളിയുന്ന ഒരു മഴവില്ലുണ്ട്. കഷ്ടങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും ഇതിനിടയിൽ മാത്രം വിരിഞ്ഞു വരുന്ന മനോഹരമായ ചില അനുഭവങ്ങളുണ്ട്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് പറയുന്ന ചില സീസണുകൾ ഓരോ വ്യക്തികളെ കാണാൻ പോവുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആ സങ്കടം അതൊരു സന്തോഷത്തിൻ്റെ സാഹചര്യമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. യോബിൻ്റെ സകല വേദനകളെയും ഇരട്ടി നന്മയാക്കിയ ഒരു കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. ആ കർത്താവാണ് ജഡമായി കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തത്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നി പരിശോധനയിൽ വരുന്ന അപൂർവ കാര്യങ്ങൾ പോലും അനുഗ്രഹമായി മാറും. ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, തിരുവെഴുത്തുകൾ വചനം പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് താൻ ക്രൂശിനെ സഹിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു ക്രൂശിനെ സഹിച്ചത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ടാണ്. അപ്പൊ ഏതു വലിയ ക്രൂശിനെ സഹിക്കാൻ ഇതിന് ശേഷം മുൻപിൽ ഒരു വലിയ സന്തോഷമുണ്ടെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയണം. എല്ലാ ക്രൂശും പിന്നത്തേതിൽ ഒരു ഉയർപ്പിൻ്റെ തുടക്കമായി കാണാൻ ഓരോ വ്യക്തികളും പരിശീലിക്കണം. ഓരോ കഷ്ടങ്ങൾ കഴിയുമ്പോൾ ഓരോ ഉയർപ്പും അതിന് ശേഷമുണ്ട്. ക്രൂശീകരണം സങ്കടമാണ്, എന്നാൽ ഉയർപ്പ് അതൊരാഘോഷമാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതുപോലെ ഇന്ന് നിങ്ങൾ ക്രൂശിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഇനി നിങ്ങളെ അവർക്ക് കിട്ടില്ല. നിങ്ങളെ ക്രൂശിക്കാൻ അവന് കിട്ടില്ല. നിങ്ങളെ ഒതുക്കി വെക്കാൻ പിശാചിന് കിട്ടില്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. അതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ അഭിവൃദ്ധി. ജീസസ് എവരിഡേ പറയുന്ന സന്ദേശം ഇതാണ്: നിന്നെ ക്രൂശിച്ചവരുടെ നടുവിൽ തന്നെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ നിന്നെ തല ഉയർത്തി കർത്താവ് വീണ്ടും മഴവില്ല് കാണിച്ചു തരും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലോട്ട് വരാം. അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യരുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ശമര്യയുടെ ഗ്രാമങ്ങളിൽ പോയി പത്രോസും യോഹന്നാനും സുവിശേഷം ആ പട്ടണങ്ങളിലെല്ലാം അറിയിച്ച് അവർ സന്തോഷത്തോടെ യെരുശലേമിലേക്ക് പോയി. അവരെ യെരുശലേം സഭ അയച്ചത് എന്തിനാണെന്ന് 14-ാം വാക്യത്തിൽ കാണാം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അതായത് ദൈവവചനം കൈക്കൊണ്ട് സ്നാനപ്പെട്ട ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് മാത്രമേ പത്രോസിനെ യോഹന്നാനെ അയച്ചിട്ടുള്ളൂ. എന്നാൽ അവർ ആ കാര്യം പൂർത്തിയായ ശേഷം, അവരുടെ ദൗത്യം തീർന്ന ശേഷം നേരെ അവർ മടങ്ങിപ്പോന്നില്ല. അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച് ശമര്യരുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് മടങ്ങിപ്പോയി.
അനേക ഗ്രാമങ്ങളിൽ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവർക്ക് വെറുതെ മടങ്ങിപ്പോകാൻ കഴിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ മോനെ ഈ പാത്രം ഒന്ന് കഴുകിയേ എന്ന് അമ്മ പറഞ്ഞാൽ ആ പാത്രം മാത്രം കഴുകുന്ന പിള്ളേരെക്കാൾ അവിടെ ആ സിങ്കിൽ കിടക്കുന്ന എല്ലാ പാത്രവും കഴുകി വെക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിലോ, 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് അങ്ങനത്തെയാണെങ്കിലോ, അമ്മമാരൊന്ന് ശ്രദ്ധിച്ചോളണം, ആ കുഞ്ഞിന് വലിയ ഭാവിയുണ്ട്. മോനെ 1 നാഴിക എൻ്റെ കൂടെ വരുമോ? 2 നാഴിക. അതാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങളെ ഒരാൾ 1 മണിക്കൂർ കൂടെ വിളിച്ചാൽ 2 മണിക്കൂർ അവരുടെ കൂടെ പോയാലോ? 1 മൈലാണ് വിളിച്ചത്, 2 മൈൽ പോയാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയുള്ളവർ വിളിക്കുകയാണ് 2 മൈൽ വിശ്വാസികൾ. ഒരു കാര്യമാണ് പറഞ്ഞത്, എന്നാൽ അവരതിൻ്റെ ഇരട്ടി ചെയ്തു. മോനെ ഒരു ചായ ഇട്ട് തരുമോ? ചായ മാത്രമല്ല, ഒരു നല്ല കടിയും കൂടി ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ചോദിച്ചതിലും നനച്ചതിലും അധികം ചെയ്താൽ എങ്ങനെയുണ്ടാകും? കർത്താവ് അങ്ങനെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തരുന്ന ഒരു കർത്താവിൻ്റെ മക്കൾ. കർത്താവ് ചിന്തിക്കുന്നതിനപ്പുറം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. പത്രോസും യോഹന്നാനും ഇതൊരു ജോലിയായിട്ട് ചെയ്യുന്നതല്ല, ഇത് സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. യേശുവിൻ്റെ മാറിൽ ചാരി യോഹന്നാനും യേശുവിനെ സ്നേഹിക്കുന്ന പത്രോസും, രണ്ടും യേശു സ്നേഹിച്ചവനും യേശുവിനെ സ്നേഹിച്ചവനും 2 പേരും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ജോലി തീർന്നെന്ന് കരുതി അവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ശമര്യയിലെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. യെരുശലേം സഭ ഏൽപ്പിക്കാത്ത കാര്യം കൂടി അവരങ്ങോട്ട് ചെയ്തു, പറയാത്ത കാര്യം കൂടി ചെയ്തു. പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞാലും ചെയ്യാത്തവരുണ്ട്. എന്നാൽ അറിഞ്ഞ് ചെയ്യുന്നവരും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരും. എന്താണ്? അറിഞ്ഞ് ചെയ്യുന്നവരും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരും. അങ്ങനെ ഒരു വ്യക്തി ജോലി സ്ഥലത്ത് ഓഫീസിലുണ്ടെങ്കിൽ പ്രമോഷൻ നിശ്ചയമാണ്. അങ്ങനെ ഒരു കുട്ടി സ്കൂളിൽ ഉണ്ടെങ്കിൽ ടീച്ചറിന് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ദേശത്തുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ഒരു വലിയ മഹാനായിട്ട് അദ്ദേഹം മാറും. ഇതൊരു തത്വമാണ്, ഇതൊരു സത്യമാണ്. അങ്ങനെ ഒരു കുഞ്ഞ് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വീട്ടിലുണ്ടെങ്കിൽ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ വീടിനൊരു അനുഗ്രഹമാണ്. അറിഞ്ഞു ചെയ്യുക, പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യുക. ഇതാണ് അപ്പോസ്തലന്മാരായ പത്രോസ് യോഹന്നാനും ഈ കാര്യത്തിലൂടെ നമുക്ക് തരുന്ന ഒരു സന്ദേശം. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ പോകുമ്പോൾ നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ പോലും വിശേഷതയുള്ളതായി മാറും. അതിനാണ് നമ്മൾ ഈ അധ്യായങ്ങൾ വായിക്കുന്നത്. ജീസസ് എവരിഡേ എല്ലാ ദിവസവും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ഗുണം? പറഞ്ഞതുകൊണ്ട് എനിക്കെന്താ ഗുണം? നമ്മുടെ സ്വഭാവത്തിൽ വലിയ മൂല്യങ്ങൾ ഉണ്ടാകണം. ഇന്നു മുതൽ അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് പരമാർത്ഥമായിട്ട് ഏറ്റവും നന്നായി എക്സലൻ്റ് ആയിട്ട് ചെയ്യാനും അതിനേക്കാൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതും കൂടി ചെയ്യുകയാണെങ്കിൽ അത് എത്ര വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറും. കർത്താവ് പറഞ്ഞ ആ സത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. യേശു അങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്ന് ചെയ്തത്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായാൽ മതിയായിരുന്നു. എന്നാൽ യേശു ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയെന്ന്. അതായത് പറഞ്ഞ കാര്യം മാത്രമല്ല, പറയാത്ത കാര്യം കൂടി കർത്താവ് അങ്ങോട്ട് കയറി ചെയ്തു. പലരും പറയാത്ത കാര്യം കയറി ചെയ്യും. അതാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല.
എന്നാൽ ചില കാര്യങ്ങൾ പറയാതെ ചെയ്താലും അത് അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത് ജ്ഞാനത്തോടെ വിവേകത്തോടെ മനസ്സിലാക്കി ചെയ്യാൻ ഈ കാര്യം ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണമാകുമെങ്കിൽ അത് എത്ര വലിയ നല്ല കാര്യം. ആ കാര്യം മനസ്സിലാക്കി അതിൻ്റെ ഇരട്ടി ചെയ്യുക. ചില കാര്യങ്ങൾ മനുഷ്യർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നോക്കിക്കണ്ട് ജ്ഞാനത്തോടെ നിൽക്കുക. ഏതായാലും മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നാം വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ നാം മടുത്തു പോകരുത്, നാം മുഷിഞ്ഞു പോകരുത്. അതിൽ ശക്തിയുള്ളവരാകണമെന്ന് അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശുവിനെ അഭിഷേകം ചെയ്തത് നന്മ ചെയ്യാനാണ്. നന്മ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. മറ്റുള്ളവരെക്കാൾ അധികം ചെയ്യണമെങ്കിൽ നമുക്കൊരു അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതെല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട്. ദൈവസഭ അതിൻ്റെ ഇരട്ടി ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ ചെയ്യണം, ഏറ്റവും മേന്മയായിട്ട് ചെയ്യണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 9:16 വാക്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു പ്രശംസിക്കുന്ന കാര്യമല്ല. ഒരാൾ സഭയിൽ ഉള്ള ഒരു കുടുംബം ഒത്തിരി പേരെ നേടുന്നു എന്നുള്ളത് സഭയിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് എല്ലാവരുടെ കർത്തവ്യമാണ്. അതിന് പ്രത്യേകമായിട്ട് സമ്മാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സുവിശേഷം അറിയിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അടുത്തത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ദോഷം ഉണ്ടാകുന്നത്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശുവിനെ എവിടെയെല്ലാം പറയാൻ കിട്ടുമോ അവിടെയെല്ലാം പോയി പറയണമെന്ന് ദൈവവചനം നമ്മെ കാണിക്കുന്നു. വീട്ടിൽ വെറുതെ മഴക്കാറ് വന്നതുപോലെ ഇരുണ്ട ഒരു അന്തരീക്ഷത്തിൽ ഉള്ള വീട്ടിനകത്ത് ഓരോരുത്തരുടെയും ദുഃഖവും മനസ്സിലാക്കി വേദനയും കണ്ട് സമയം കളയാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് വേഗം വെളിയിലോട്ട് പോകും. അതിനേക്കാൾ കാർമേഘം ഉരുണ്ടുകൂടിയ വീടുകളുണ്ട്. നമ്മേക്കാൾ പ്രശ്നത്തിൻ്റെ നടുവിലായ കുടുംബങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് യേശു നിന്റെ വിഷയത്തിന് പരിഹാരമാണെന്ന് പറ. സ്വന്തം വീട്ടിൽ ആരും കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞു നോക്ക്. അവർ 2 കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ പോകുന്നിടത്ത് സമാധാന പുരുഷന്മാരുണ്ട്, സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ പ്ലാനിലുള്ളവരുണ്ട്. ഈ ദിവസങ്ങളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങളുടെ വഴികൾ തുറക്കും. എവിടെ നിന്നൊക്കെയാണ് നിങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ വഴികൾ തുറക്കണമെങ്കിൽ, നമ്മുടെ വാതിലുകൾ തുറക്കണമെങ്കിൽ നാം സുവിശേഷം അറിയിക്കണം. ഫിലിപ്പോസ് സുവിശേഷം അനുസരിക്കുന്നതനുസരിച്ച് അവൻ്റെ വഴികൾ തുറന്നു വരുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. ഒരു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ സുവിശേഷം അറിയിച്ചു. ഇപ്പോൾ ഫിലിപ്പോസ് അവിടെ മാനിക്കപ്പെട്ടു. അവിടെ നിന്ന് ഫിലിപ്പോസ് പോകുന്ന ചരിത്രമാണ് ഇനിയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സുവിശേഷത്തിന് വേണ്ടി ദാഹവും എരിവും തീഷ്ണതയുമുള്ളവരായി മാറാൻ പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയുക, കൂടുതൽ ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക. സുവിശേഷം അറിയിക്കാൻ നിങ്ങളെ ആരും പഠിപ്പിക്കരുത്, നിങ്ങളത് പ്രാപിക്കുക. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു ആത്മീക അനുഭവത്തെ സ്വന്തമാക്കുക. കർത്താവ് അതിനുള്ള കൃപ അത്ഭുതകരമായിട്ട് എല്ലാവർക്കും തരും. ദൈവവചനം പരത്തുവാൻ നിങ്ങളൊരു ചാനലാകണം. വുഹാനിലെ
ചൈനയിലെ വുഹാനിൽ നിന്ന് കോവിഡ് എന്ന ഒരു ചെറിയ വൈറസ് ലോകത്തെ മുഴുവനും കീഴടക്കിയില്ലേ? എന്തുകൊണ്ട്? യെരുശലേമിൽ ആരംഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, സുവിശേഷം എന്ന വ്യാപനം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കാൻ ഇതുവരെ നമുക്ക് കഴിയാതെ പോയി. അത് എല്ലാവരിലേക്കും പരത്തുവാൻ നമ്മൾ കഴിയാതെ പരാജയപ്പെട്ടു പോയി. പ്രാർത്ഥനയിലും വചനത്തിൽ ഉറ്റിരിക്കുന്നവർ എവിടെയുണ്ടോ അവിടെ വചനം പരക്കുമെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോസ്തലന്മാരോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്നു, ദൈവവചനം പരന്നു എന്ന്. പ്രാർത്ഥന ശക്തിയുള്ളവരാക്കി നമ്മെ മാറ്റും. വചനം ജ്ഞാനമുള്ളവരാക്കി ദൈവം നമ്മെ, ആത്മഭാരമുള്ളവരാക്കി, ശുശ്രൂഷയുള്ളവരാക്കി ദൈവത്തിൻ്റെ വചനം നമ്മെ മാറ്റും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട തിരുവെഴുത്തുകൾ ഓരോ വ്യക്തികൾക്കും ഇരട്ടി ശുശ്രൂഷകൾ ചെയ്യാനുള്ള വഴിയായി, ചാലായി മാറട്ടെ. ഒരു നാഴിക വിളിച്ചാൽ 2 നാഴിക കൂടെ പോകുന്ന ഒരു ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ കൃപ ഒഴുകണമേ. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരെ പോലെ, പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ ഒരു നിർബന്ധവുമില്ലാതെ, നിർബന്ധം എൻ്റെ മേലുണ്ട്, ഇത് ചെയ്യാതെ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. നശിച്ചു പോകുന്ന കുടുംബങ്ങളെ വചനത്താൽ പിടിച്ചുയർത്തുവാൻ, വീണു പോകുന്ന, തകർന്നു പോകുന്ന കുടുംബങ്ങളെ പണിയാൻ മതിയായ സുവിശേഷം അവർക്ക് കൊടുക്കുവാൻ, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഇനിയും ഞങ്ങളെ താമസിപ്പിക്കരുതേ. ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം സുവിശേഷകരായി മാറട്ടെ, ശക്തരായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ചെറിയ പ്രാർത്ഥനകൾ വലിയ പ്രവർത്തികൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ചില നിമിഷങ്ങൾ കൂടി എടുക്കാം. ഗോഡ് ബ്ലസ് യു. കണ്ടാലും എത്ര വലിയ കരുണ എന്മേൽ ചൊരിഞ്ഞ്, ചങ്കു പിഴിഞ്ഞെടുത്തൻ കാലകൾ കഴുകി നന്നായി. കണ്ടാലും എത്ര വലിയ കരുണ എന്മേൽ ചൊരിഞ്ഞ്, ചങ്കു പിഴിഞ്ഞെടുത്തൻ കാലകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വീടു പോലിരുന്നെന്റെ ആയുസ് രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച ചങ്കു പിഴിഞ്ഞെടുത്തൻ കാരകൾ കഴുകി നന്നായി. കണ്ടാലും എത്ര വലിയ കരുണ എന്മേൽ ചൊരിഞ്ഞ്, ചങ്കു പിഴിഞ്ഞെടുത്തൻ കാരകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വീടു പോലിരുന്നെന്റെ ആയുസ്സിൽ രാജകോലാഹലം കൊണ്ടു നിറച്ച് ജീവിപ്പിച്ച ആനന്ദത്തോടെ ഒറ്റപ്പെട്ടു പോയെന്നാൽ, കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി. സങ്കടത്താൽ സംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാൽ, സത്യങ്ങൾ വിലാപം വന്നു നിഴൽ മൂടിയാൽ. രാവിലെ ആനന്ദമൻ കണ്ണിൻ മുൻപിൽ വിളയാടും. ആനന്ദം സങ്കടത്താൽ സംഭിച്ചു സത്യങ്ങൾ വിലാപം വന്നു നിഴൽ മൂടി. രാവിലെ ആനന്ദമേ ആനന്ദത്താൽ